പ്രിയ സഹോദരങ്ങൾ, ഇത് നമ്മൾ ഓർത്തിട്ട് നമ്മൾ നമ്മുടെ മുറി പോയിരുന്ന് കുറെ നേരം കരയാനുള്ള വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മളെ തന്നെ നോക്കുമ്പോൾ, നമ്മുടെ അകത്തേക്ക് നോക്കുമ്പോൾ വീണ്ടും ജനനം പ്രാപിക്കാത്തവരുടെ ഒരു വലിയ സംഘമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അത് സംഭവിക്കുന്നത്. ഇന്ന് ഉപദേശങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ കാരണം നമ്മൾ ഈ ലോകത്തിലെ ടാർഗറ്റുകൾക്ക് വേണ്ടി ജീവിച്ച് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നമ്മളെ രക്ഷിക്കുന്നത് നമുക്ക് അറിയത്തില്ലെങ്കിൽ ഒരു കാര്യം അറിയാം, ഒരു കാര്യം എനിക്ക് നിർബന്ധമുണ്ട്: മരിച്ച് സ്വർഗത്തിൽ ചെന്ന യേശുവിനെ പോലെ ആയിരിക്കണം. അവിടെ എനിക്ക് തേജസ്സിന് കുറവുണ്ടാകാൻ പാടില്ല. യേശുവിന്റെ അതേ തേജസ്സോടെ രൂപാന്തരപ്പെടണം എന്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹം എന്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ എനിക്ക് പ്രത്യാശ ഉണ്ടാവുകയുള്ളൂ. പ്രത്യാശ ഉണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിന്റെ സ്വപ്നവുമായി, അപ്പന്റെ സ്വപ്നവുമായി മക്കൾ ഏകീഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സമാധാനവും യഥാർത്ഥ വിശുദ്ധീകരണവും ഉണ്ടാവുകയുള്ളൂ. ദൂതന്മാർ പാപം ചെയ്ത് വീണുപോകുന്നതിന് മുൻപ് ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രം ഉള്ള നിത്യതയിൽ ദൈവം കണ്ട ഒരു സ്വപ്നം, അവന്റെ സദൃശത്തിലും സ്വരൂപത്തിലുമുള്ള കുറെ മക്കൾ, അവന്റെ അതേ സ്വഭാവമുള്ള തേജസ്സുള്ള കുറെ മക്കൾ നിത്യതയിൽ അവന് വേണം എന്ന സ്വപ്നം. ആ സ്വപ്നമാണ് അവനെ സൃഷ്ടിതാവായ ദൈവമാക്കിയത്. അവൻ ഓരോ സൃഷ്ടി നടത്തുന്നതും നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആദമിനെ ഹവ്വയെ മുന്നിൽ കണ്ടുകൊണ്ടല്ല. ആദവും ഹവ്വയും സൃഷ്ടിക്കുമ്പോഴും ദൈവത്തിന്റെ മനസ്സിൽ ഞാനായിരുന്നു. കാരണം ആദവും ഹവ്വയും പാപം ചെയ്യാതിരുന്നു എങ്കിൽ നമ്മളിപ്പോഴും ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നേനെ. വേദനയില്ല, ദുഃഖമില്ല, പഴമൊക്കെ പറിച്ചു നിന്ന് മൃഗങ്ങളുടെ കൂടെ കളിച്ച് സുന്ദരമായിട്ട് നടക്കാമായിരുന്നു, ഭാരങ്ങളില്ല. പക്ഷേ നമ്മളെല്ലാവരും ആദമിൽ തന്നെ തികഞ്ഞവരായി പോയനെ. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് കണ്ട സ്വപ്നം നമ്മളെ ആദമിൽ, സൃഷ്ടിയായ ആദമിൽ തികഞ്ഞവരാക്കുക എന്നുള്ളതായിരുന്നില്ല, സൃഷ്ടിതാവായ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വീണുപോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മെ, ആദമിനെ ഹവ്വയെ സൃഷ്ടിക്കുന്നത്. സൃഷ്ടിക്കുമ്പോന്നതിന് മുൻപ് തന്നെ വീണ്ടെടുപ്പിനുള്ളത് അവൻ ഒരുക്കി വച്ചിരുന്നു. കുഞ്ഞാട് സകല ലോക സൃഷ്ടിക്ക് മുൻപ് അറുക്കപ്പെട്ട ശേഷമാണ് സൃഷ്ടി നടക്കുന്നത്. നിത്യതയിൽ ദൈവത്തിന്റെ ഓർഡറിൽ ആദ്യം നടക്കുന്ന സൃഷ്ടിയല്ല, വീണ്ടെടുപ്പാണ്. കാരണം അവന്റെ സ്വപ്നം യേശുവിന്റെ സ്വഭാവമുള്ള കുറെ ആളുകളെ നിത്യതയിൽ വേണമെന്നുള്ളതാണ്. യേശുവിന്റെ സ്വഭാവം നമുക്ക് നേടാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന നിമിഷങ്ങളിലാണ് നമ്മളെല്ലാവരും. ഈ ലോകത്ത് നാം നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ ട്രഷർ, അസറ്റ് എന്ന് പറയുന്നത് യേശുവിന്റെ നീതിയും അവന്റെ തേജസ്സുമാണ്. അത് നമുക്ക് നേടാൻ വേണ്ടിയുള്ള വലിയ ഒരു അവസരമാണ് നമ്മുടെ ജീവിതത്തിലെ ഏതാനും മണിക്കൂറുകൾ പോലെയുള്ള ഈ ചെറിയ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ ചെല്ലുമായിരുന്നതിനേക്കാളും വലിയ തേജസ്സിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ദൈവത്തെ ആദമിന് എന്തുമാത്രം അറിയാമായിരുന്നോ അതിനേക്കാളും വളരെ കൂടുതൽ എനിക്ക് ദൈവത്തെ അറിയാം എന്നുള്ളതാണ്. ആദമിന് ദൈവത്തിന്റെ ശക്തി മാത്രമേ അറിയാമായിരുന്നുള്ളൂ, എന്നാൽ എനിക്ക് ദൈവത്തിന്റെ ബലഹീനതയും അറിയാം. അവൻ മനുഷ്യനെ എത്ര സ്നേഹിക്കുന്നു എന്നവൻ അറിയാം. അവന്റെ ജീവനേക്കാൾ കൂടുതൽ അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് ആദമിനറിയില്ല, പക്ഷെ എനിക്കറിയാം. അപ്പൊ യേശുവിനെ ശരിക്കും അവന്റെ സ്വഭാവം, അവന്റെ സ്നേഹം, തല തിരിഞ്ഞൊഴുകുന്ന, പുറകോട്ടൊഴുകുന്ന, മല കയറി പോകുന്ന, കയറ്റം കയറി ഒഴുകുന്ന അവന്റെ സ്നേഹം എനിക്ക് മാത്രമേ അറിയുള്ളൂ. പാപിയെ അന്വേഷിച്ച് മരിക്കാൻ വരെ തയ്യാറാകുന്ന ക്രിസ്തുവിനെ ആദമിനറിയില്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ യേശുവിന്റെ ക്യാരക്ടർ അറിയാവുന്ന ആളാ. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് നിത്യതയിൽ വേണ്ടത് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് എപ്പോഴും നമ്മെ ചുറ്റിയുള്ളതായിരുന്നു. ഇപ്പൊ ദൈവത്തിന് സഭയോട് സംസാരിക്കാനുണ്ട്. ഒരപ്പന് മക്കളോട് അവന്റെ സ്വപ്നത്തെക്കുറിച്ച് പറയാനുണ്ട്. നമ്മെയെല്ലാം പിതാവായ ദൈവം കാണുന്നത് യേശുവില് അനുരൂപരായി അതേ തേജസ്സോടെ അവന്റെ ഭവനത്തിൽ നിത്യം വസിക്കുന്നവരായിട്ടാണ്. ആ സ്വപ്നത്തിലാണ് യേശുവിനെ ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിടുന്നത്.
അവൻ നമ്മുടെ പകരം നമ്മുടെ സ്ഥാനത്ത് മരിക്കുന്നത്. ഒറ്റ സ്വപ്നം, പിതാവിന്റെ സ്വപ്നം, പുത്രന്റെ സ്വപ്നം. കുറെ മനുഷ്യരെ നിത്യതയിൽ വേണം. യേശുവിന്റെ അതേ സ്വഭാവമുള്ള, ദൈവിക സ്വഭാവമുള്ള കുറെ മക്കളെ, ദൈവത്തിന്റെ സ്വഭാവമുള്ള കുറെ മക്കളെ സ്വർഗത്തിൽ വേണം. എന്തിനാന്ന് അറിയത്തില്ല. അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്തിനാ നമ്മളെ സൃഷ്ടിച്ചത് അറിയില്ല. അത് യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നാം എന്തായി തീരുമെന്നുള്ള കാര്യം ഇതേവരെ വെളിപ്പെട്ടിട്ടില്ല. നാം ദൈവമക്കളാകുന്നു, നമ്മൾ അറിയുന്നു, പക്ഷെ എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഒരു കാര്യം മാത്രം ഷുവറാണ്, അന്ന് ഞാൻ യേശുവിനെ യേശു ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകയാൽ അവനോട് സദൃശനാകുമെന്ന് മാത്രം എനിക്കറിയാം. എന്തിനാ അങ്ങനെ സദൃശനാക്കുന്നതെന്ന് അറിയത്തില്ല. ഇത്രയും വില കൊടുത്ത് യേശു എന്നെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ വരെ കൊടുത്ത് ഒന്നിനും കൊള്ളാത്ത എന്നെ ഈ ഷേപ്പിലാക്കി, യേശുവിന്റെ ഷേപ്പിലാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് ചുമ്മാതല്ല. കാര്യമായ എന്തോ ഒരു ഉദ്ദേശം ദൈവത്തിന് നിത്യതയിൽ നമ്മളെക്കുറിച്ചുണ്ട്. എന്താണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തിയിട്ടില്ല. ആ നിത്യമായ ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഗ്രൗണ്ടിലാണ് നമ്മൾ. ഇന്ന് ഉപദേശങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ കാരണം നമ്മൾ ഈ ലോകത്തിലെ ടാർഗറ്റുകൾക്ക് വേണ്ടി ജീവിച്ച് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വേദനയാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിലെ ബർഡനാണ്. നിത്യമായ രക്ഷയ്ക്കായി നിന്നെ സൃഷ്ടിച്ച ദൈവം ഇന്ന് നമ്മെ ഓർത്ത് വേദനിക്കുന്നുണ്ട് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമുക്കൊരു കുഞ്ഞൊരു വീട്ടിലുണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ കുഞ്ഞുങ്ങളുമായിട്ട് കളിച്ചിട്ടുള്ളവർക്കറിയാം, ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു പരിപാടിയും ലോകത്തില്ല. മേ ബി ഇഫ് ദ ചൈൽഡ് ഈസ് അറൌണ്ട് 1.5 2 years ഓൾഡ്, ഒരു 3 വർഷമൊക്കെ ആവുന്നതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ഇവരുടെ കൂടെ ഈ കളിച്ചിരിക്കുന്ന പോലെ രസകരമായ ഒരു കാര്യം ലോകത്തില്ല. അവരിത്തിരി വലുതായി കഴിഞ്ഞ ഒരു 15 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ വർത്താനം പറഞ്ഞാൽ അത്ര രസം തോന്നത്തില്ല. കാരണം നമ്മുടെ വേൾഡ് അങ്ങ് മാറിപ്പോയി. അവരുടെ ജനറേഷൻ വേറെ, അവരുടെ ചിന്തകൾ വേറെയാ. നമുക്ക് അവരുമായിട്ട് അത്രയൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ 2 വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കൊച്ചായിട്ട് നമുക്ക് അവന് ഇഷ്ടം പോലെ കളിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ വിചാരിക്കാന്ന് വിചാരിച്ചോ, ആ കൊച്ചിനെ കാണാൻ എന്ത് രസമാണ്, 2 വയസ്സാണ്, ഇവൻ ഇങ്ങനെ തന്നെ അങ്ങ് ഇരിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 10 വർഷം കഴിഞ്ഞിട്ട് ഈ കൊച്ചിങ്ങനെ കളിച്ചും ചിരിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൊച്ചിന്റെ ഈ കളിച്ചിരിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ? അപ്പനമ്മമാർക്ക് പറ്റുമോ? എന്റെ കൊച്ചിന് എന്നാ പറ്റിയതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തുള്ള സകല ഡോക്ടർമാരെയും പോയി കാണും. വളരുന്നില്ല ഡോക്ടറെ. അപ്പൊ ഈ കൊച്ചുണ്ടായപ്പോഴുള്ള ലഡു കൊടുക്കലും സന്തോഷവും എല്ലാം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. കാരണം കൊച്ചു വളരുന്നില്ല. സ്വർഗത്തിൽ ഒരു പാപി രക്ഷിക്കപ്പെട്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇത് മലന്ന് കിടന്ന് കരയുന്നതല്ലാതെ ഒരു പണിയും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് സ്വർഗത്തിൽ അപ്പൻ നമ്മളെ നോക്കി ശരിക്ക് സങ്കടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വളർച്ചയില്ലാത്ത കുറെ കുഞ്ഞുങ്ങൾ, യേശു വളരേണ്ട വഴിയിൽ വളരേണ്ട കുഞ്ഞുങ്ങൾ എങ്ങും വളരാതെ, ആഹാരം പോലും ചൊവ്വേ കഴിക്കാതെ ജങ്ക് ഫുഡും കഴിച്ച് നശിച്ചു പോയിക്കൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിതാവിന്റെ വേദനിക്കുന്ന ഹൃദയമാണ് വേദപുസ്തകം മുഴുവൻ നമ്മൾ കാണുന്നത്.